നമസ്കാരം. കശ്മീർ താഴ്വരയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഈ സത്യം അറിയാത്തവരായി ആരും തന്നെ കാണില്ല. മറ്റ് ലോക നേതാക്കൾ ഖജനാവ് കാലിയാക്കാനാണ് വഴികൾ കണ്ടുപിടിക്കുന്നത്. ഇതിനിടയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ മോദി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എത്ര സമർത്ഥവും ബുദ്ധിപരവുമായാണ് ആ ചരിത്രപരമായ നീക്കം നടത്തിയത്. ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട രേഖകൾ കയ്യിലെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വിറയ്ക്കുകയായിരുന്നു. ഒരാളുടെ പോലും രക്തം ചുരിയാതെ അത് നീക്കം ചെയ്തത് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. പ്രശസ്ത നടിയും മലയാളിയുമായ പ്രിയാമണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. ആർട്ടിക്കിൾ 370 എന്ന ചരിത്രപരമായ തെറ്റ് ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റിയത് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിന്റെ പാതയിലെ ഒരു നാഴികക്കല്ലാണ്. കശ്മീർ താഴ്വരയിൽ കൊടിയ രക്തചൊരിച്ചിലിന് കാരണമായേക്കാം എന്നതുകൊണ്ട് മാത്രം തീവ്രവാദ ഭീഷണിയിൽ മുട്ടുമടക്കി ആർട്ടിക്കിൾ 370 തൊടാൻ മടിച്ചിരുന്നു മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ. എന്നാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച സകലരും പത്തിയും താഴ്ത്തി അവരവരുടെ മാളങ്ങളിലേക്ക് മടങ്ങി. ഈ സംഭവങ്ങളെ കോർത്തിണക്കിയാണ് ആർട്ടിക്കിൾ 370 എന്ന സിനിമ നിർമ്മിച്ചത്. പ്രിയാമണിയായിരുന്നു ഈ സിനിമയിലെ നായിക. സാധാരണയായി ഇത്തരം തീരുമാനങ്ങൾ സംഭവിക്കുമ്പോൾ അനേകം ജീവനുകൾ നഷ്ടപ്പെടും. പക്ഷെ നോക്കൂ, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയപ്പോൾ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല. എന്തിന് ഒരു തുള്ളി രക്തം പോലും ഈ മണ്ണിൽ വീണില്ല. അത്ര സമർത്ഥവും ബുദ്ധിപരവുമായാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ചരിത്രപരമായ നീക്കം നടത്തിയത്. 370 ബന്ധപ്പെട്ട രേഖകൾ കയ്യിലെടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. എന്തിനാണ് അത് നീക്കം ചെയ്തത്? എങ്ങനെയാണ് അവർ അതിനുവേണ്ടി പ്രവർത്തിച്ചത്? എങ്ങനെയാണ് അവർ ആർട്ടിക്കിൾ 370 എന്ന തെറ്റ് തിരുത്തുന്നതിൽ മുന്നോട്ട് പോയത്? ഇതെല്ലാം അവിസ്മരണീയമായ സംഭവങ്ങളാണ്. അതോർക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണെന്നാണ് പ്രിയാമണി പറഞ്ഞത്. തന്റെ ഏറ്റവും പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനെത്തിയ താരത്തോട് ആർട്ടിക്കിൾ 370 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു ഇങ്ങനെയൊരു പ്രതികരണം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23 ആർട്ടിക്കിൾ 370 പ്രദർശനത്തിനെത്തിയത്. ആദിത്യ സുഹാസ് ജുഹാലയുടെ സംവിധാനത്തിൽ യാമി ഗൗതമും പ്രിയാമണിയുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. യാമി ഇന്റലിജൻസ് ഓഫീസറായും പ്രിയാമണി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടായിരുന്നു വേഷമിട്ടത്. ആദ്യ ദിവസം തന്നെ 8 കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം 100 ദിനമെന്ന സുവർണ നേട്ടവും സ്വന്തമാക്കിയിരുന്നു. ചിത്രം റിലീസ് ചെയ്ത് ഒരു വർഷം പിന്നിടുമ്പോഴും ഇന്നലെ എന്ന പോലെയാണ് ആ അനുഭവങ്ങളെ കുറിച്ച് പ്രിയാമണി പറയുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ഉത്തരവിന്റെ കോപ്പികൾ കണ്ടപ്പോൾ എന്റെ കൈ വിറച്ചു. ആ രേഖകൾ കണ്ടപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര സമർത്ഥമായിട്ടാണ് അത് ചെയ്തതെന്ന് മനസ്സിലായത്. രോമാഞ്ചമുണ്ടായിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. ആർട്ടിക്കിൾ 370 എന്ന സിനിമയിൽ പ്രവർത്തിച്ചപ്പോഴാണ് ഭരണഘടനയിലെ എത്ര വലിയ തെറ്റാണ് തിരുത്തപ്പെട്ടതെന്ന് മനസ്സിലായത്. പലരും ഇത് പ്രൊപ്പഗാൻഡ സിനിമ എന്നാണ് പറഞ്ഞത്. എന്നാൽ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് 97% യാഥാർത്ഥ്യമാണ്. സിനിമയിലൂടേതായ ചില കൂട്ടിച്ചേർക്കലുകളെ ഉണ്ടായിട്ടുള്ളൂവെന്ന് താരം പറയുന്നു. റിലീസിന് മുൻപ് ഈ ചിത്രത്തിന്റെ വിജയ സാധ്യതയെപ്പറ്റി സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കണ്ടതിനു ശേഷം പ്രേക്ഷകരുടെ ധാരണകൾ മാറിയെന്ന് പ്രിയാമണി പറഞ്ഞു. ചില സൃഷ്ടിപരമായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചിത്രം സത്യം പറഞ്ഞാണ് ഇതിന് കാരണം. വെബ് ഡെസ്ക് തത്വമയി TV.